ഹലോ ഗൈസ്, അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആണെന്ന്. അപ്പം നമ്മൾ വല്യാർപ്പാടത്തിൻ്റെ ഒരു പള്ളിക്കുളം എന്ന് പറയുന്ന ഒരു കുളത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ. അങ്ങനെ പിന്നെ നമ്മൾ കുഞ്ഞാവായിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാം. സുന്ദരമായ ഒരു കുളമാണിത്, വല്യാർപ്പാടം പള്ളിക്കുളം. നമ്മളൊക്കെ ദിവസവും 4 നേരം വന്ന് ഇവിടുന്ന് കുളിക്കും. ഇവിടുത്തെ കുളി എന്ന് പറഞ്ഞാൽ സന്തോഷകരമായ ഒരു കുളിയാണ്. നല്ല റാഹത്താണ് ഇവിടുന്ന് കുളിച്ചു കഴിഞ്ഞാൽ. ഈ കുളത്തിൽ വന്ന് കുളിച്ചു കഴിഞ്ഞാൽ സ്കൂളും ഇല്ലാത്ത സമയത്തൊക്കെ കുട്ടികളൊക്കെ കൂടുതൽ കാണാം. ഇല്ലാത്ത സമയത്ത് രാവിലെയും വൈകുന്നേരമൊക്കെ കുറച്ച് കുട്ടികളും ഉണ്ടാവും. അതിസൗന്ദര്യമായൊരു കുളമാണിത്. ഇപ്പോൾ തന്നെ കുറേ കുട്ടികൾ വരവ് തുടങ്ങി. അവരൊക്കെ നല്ല ചാടി കുളിച്ച് അതിമനോഹരമായൊരു കുളമാണ്. അങ്ങനെ പിന്നെ നമ്മൾ ആ കുളം കഴിഞ്ഞ് പിന്നെ അടുത്ത കുളത്തിലേക്ക് പോവാണ് ഗൈസ്. കുഞ്ഞാവാൻ്റെ പള്ളിക്കുളത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത കുളം തപ്പിയുള്ള യാത്രയാണ്. ഇത് ചുക്കാൻ പിടിക്കുന്ന നമ്മളെ കുഞ്ഞാവാണ് ഇതിൻ്റെ നേതൃത്വം ഫുള്ള്. ഏതൊക്കെ ആളിലേരി കൂടെ ഒക്കെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ മറ്റൊരു കുളം തേടി വല്യാർപ്പാടത്തേക്ക് പോവുകയാണ്. വെറൈറ്റി കുളം അവിടെ ഒരു വെറൈറ്റി കുളം ഉണ്ട്. ഇത് വല്ലാത്തൊരു സംഭവമാണ് ഈ കുളം. ഇവിടെ ഒക്കെ വന്ന് കുളിക്കാറിനാല് നടന്നു പോകുമ്പോൾ നോക്കിക്കോ, ചളി ചവിട്ടി ഇടങ്ങാറുണ്ടാക്കണ്ടല്ലേ. അതെ, കുഞ്ഞാവ് പറഞ്ഞ മാതിരി വെള്ളം വന്നതിന് ശേഷം ബെരുമ്പൊക്കെ പുതിർന്ന് കിടക്കുകയാണ്. അങ്ങനെ പിന്നെ ഈ ഭാഗത്തേക്ക് നല്ലോണം വെള്ളമൊക്കെ വരും. ആദ്യം വെള്ളം വന്ന് വരലൊക്കെ ഈ ഏരിയക്കാണ്. ഈ ഏരിയ വന്ന് വെള്ളം വന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഏരിയക്കൊക്കെ വെള്ളം വരില്ല. അങ്ങനെ പിന്നെ കുഞ്ഞാവ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളവിടെ എത്തിയിട്ടില്ല, കുഞ്ഞാവിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ കുഞ്ഞാവൻ്റെ അറിവുകളൊന്നും നമുക്ക് പിന്നെ കിട്ടാനായിട്ടില്ല. അതായത് പിന്നെ കുഞ്ഞാവോട് പറഞ്ഞു ഞാൻ പിന്നെ മുന്നേ പോയിക്കോളങ്ങൾ ബാക്കിലേക്കായിരുന്നു. അങ്ങനെ പിന്നെ കുഞ്ഞാവൻ്റെ മുന്നിൽ ചാടി. അതിസുന്ദരമായ ഒരു കാഴ്ചകളുമായാണ് നമ്മളിപ്പോൾ വല്യാർപ്പാടത്താണുള്ളത്. നമ്മുടെ പാടം തന്നെ സുന്ദരമായ കാഴ്ച. നടക്കുമ്പോൾ നോക്കി നടന്നോ, ചളിയൊക്കെയാണ്, കാല് വഴുതി വീഴും. ഇവിടെ നല്ല വെള്ളം തെളി, ഇവിടെ ഉറവ് വരുന്നുണ്ട്. സുന്ദരമായൊരു ഉറവ് വെള്ളം, നല്ല തെളിയുള്ള വെള്ളം. എന്താ തണുപ്പാശിക, നല്ല തണുത്ത വെള്ളം. വെള്ളം കണ്ട തെളി കൊണ്ട് കുടിക്കും. അത് സുന്ദരമായ വെള്ളം. കാല് പോകുന്നു, ചെരുപ്പൊക്കെ പയ്യില്. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഓവറായിട്ടൊക്കെ തോന്നും, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കരുത്. കാരണം ലേശം കൗതുകം കൂടുതലാണ് കുഞ്ഞാവയ്ക്ക്. അതായത് കുഞ്ഞാവ് പറഞ്ഞോട്ട് ഞാൻ അങ്ങോട്ട് വീഡിയോ ഇറക്കി, അവിടെ ഒരു സാധനം ഉണ്ടെന്ന്. അങ്ങനെ പിന്നെ പോത്തിനെ വീഡിയോ ഇറക്കാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പോത്തിനെ നമ്മൾ 2 പോസൊക്കെ അടിച്ചേ. അങ്ങനെ ഇവിടെ അങ്ങനെ എത്തി. ഇവിടെ വീണ്ടും ഒരു ഉറവ, നല്ല തെളിയുള്ള ആളാക്കില്ല. ഇവിടുന്ന് കാലൊക്കെ ഒന്ന് കഴുകി. നമ്മളേത് കുളത്തേക്കാ പോകണു? നമ്മളിവിടെ വല്യാർപ്പാടത്തൊരു കുളമുണ്ട്. എന്താ പേരുണ്ടാ കുളത്തിന്? 4 മൂലക്കുളം എന്നാണ് അതിനെ പറയുന്നത്. ഈ കാഴ്ചകളൊക്കെ ഒന്ന് എല്ലാവരിലേക്കൊന്ന് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങോട്ട്. അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോഴത്തേക്ക് പിന്നെ ചെക്കന്മാർ ചാട്ടൊക്കെ തുടങ്ങിക്കണം. അങ്ങനെ പിന്നെ കുഞ്ഞാവ് പറഞ്ഞ മാതിരി തന്നെ 4 മൂലക്കുളമാണ്. നല്ല തെളിയുള്ള വെള്ളമാണ് ഫുള്ള്. കുളത്തിൻ്റെ ചുറ്റും കരികല്ലുകൊണ്ട് കൊടുത്തതുകൊണ്ട് പിന്നെ നല്ല തെളിഞ്ഞ വെള്ളം, അങ്ങനെ കലങ്ങൂല. ഇവിടെ 4 മൂലക്കുളം. അവിടെ വൈകുന്നേരമായി കഴിഞ്ഞാൽ സ്കൂളില്ലാത്ത സമയത്തൊക്കെ കുട്ടികളുടെ പടയായിരിക്കും കുളിക്കാൻ. ഒത്തിരി മനോഹരമായൊരു കുളമാണിത്. വെള്ളം നോക്ക്, എത്ര തെളിയുള്ള വെള്ളം. കുളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്ത റാത്തും സന്തോഷമായിരിക്കും. സ്ഥിതി ചെയ്യണത് കുളം ഇത് വല്യാർപ്പാടത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ചെക്കന്മാർ വീഡിയോ എടുക്കണോണ്ട് കണ്ട് 2 മറിച്ചിലൊക്കെ മറിയ തുടങ്ങി. അങ്ങനെ പിന്നെ നമ്മളൊന്ന് ചെക്കന്മാരൊന്ന് ഇതാക്കിയാണ്ട് സെറ്റപ്പ് ആക്കിയാണ്ട് ഒന്ന് മറിച്ചിൽ ബാക്കൊക്കെ പറയാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ചെക്കൻ അടിപൊളിയായിട്ട് ബാക്ക് ഒരു മറിച്ചിൽ ഏതാ ക്ലിപ്പ്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ 2-3 ചെക്കന്മാർ ചൂണ്ടല്ല പോകണം. ചെറിയ സെറ്റപ്പ് ഒന്നുമല്ല, വലിയ സെറ്റപ്പിലൊക്കെ തന്നെ പോക്കുമുണ്ട്. ഏതോ വലിയ പ്ലാനിങ് ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അങ്ങോട്ടൊക്കെ ചൂണ്ടിക്കാട്ടി കണ്ടൊക്കെ എന്തൊക്കെ പറയണൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഓല പാടായി കണ്ട് ഓല പരിപാടികളൊക്കെ നോക്കി നമ്മളെ പരിപാടിയിലേക്ക് പിന്നെ തിരിഞ്ഞ്. അങ്ങനെ നമ്മൾ കുളത്തിൻ്റെ വീഡിയോക്കെ എടുത്ത് കഴിഞ്ഞാണ്ട് നമ്മൾ നേരെ എന്ത് ചെയ്ത്, കുഞ്ഞാ പറഞ്ഞു അപ്പുറത്ത് നല്ല സൂര്യകാന്തി ഉണ്ട്. സൂര്യകാന്തി നോക്കിയപ്പോൾ ചെറിയ പൂക്കളാണ്, സൂര്യകാന്തി മയുള്ള ചെറിയ പൂക്കൾ. അങ്ങനെ അത് കഴിഞ്ഞാണ്ട് പിന്നെ നമ്മൾ ഗനാലമ്മക്ക് പോയി. അപ്പോൾ പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടു ഗനാലമ്മക്ക്. അടിപൊളി വെറൈറ്റി ഗനാലുണ്ട് പറഞ്ഞു കുഞ്ഞാവ. അങ്ങനെ ഗനാലമ്മ കയറിൻ്റെ താഴത്ത് ചെറിയ വെള്ളത്തിൽ കുറേ മീനുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ട്രോളിങ്ങിൻ്റെ സമയമായതുകൊണ്ടെന്ന് അറിയില്ല, നല്ല ചെറിയ കുറേ മീൻകുട്ടികളുണ്ട്.
അങ്ങനെ പിന്നെ കുഞ്ഞാവ് എന്താണ് പറഞ്ഞാൽ കനാല അടിപൊളി കനാല, ഒരു രക്ഷയില്ല. നല്ല തെളിഞ്ഞ വെള്ളവും കാര്യങ്ങളും, നല്ല മീനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ. കുഞ്ഞാവാൻ്റെ കൈക്കുള്ളത് ചൂണ്ടലൊന്നുമല്ല, കുഞ്ഞാവ ക്യാമറ എടുത്ത പിന്നെ കുഞ്ഞാവ ചൂണ്ടൽ നിന്നുമാതിരി കൊണ്ടെടുക്കേണ്ടത്. നമ്മൾ പോയ സമയത്ത് നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ കുഞ്ഞാവ ആടെ ഇരുന്ന് കണ്ട് 2 വാക്കുകൾ പറയുകയാണ്, കുഞ്ഞാവാൻ്റെ രീതിയിലുള്ള 2 വാക്കുകൾ. വല്ലാത്തൊരു വൈബാണ്. വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് 4 മണിക്ക് ശേഷം ഇവിടെ വന്നിങ്ങനെ ഇരുന്ന് എന്തെങ്കിലും ഒരു ചിപ്സോ എന്തെങ്കിലും കയ്യിൽ കരുതിയിട്ട് അതും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ 4-5 ആളും കൂടി സംസാരിച്ച് കേൾക്കുമ്പോൾ വല്ലാത്തൊരു വൈബാണ്. സുന്ദരമായൊരു സ്ഥലം. ഇത് നമ്മുടെ വലിയോറപ്പാടമാണ്. വലിയോറപ്പാടം ഇങ്ങനെ ഒരു കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞത് വല്ലാത്തൊരു മനസ്സിൽ കുളിർമയേകുന്നവരോ. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എത്ര രൂപ കട ഉണ്ടെങ്കിലും ആ കടക്ക് അങ്ങനെ അലിഞ്ഞു പോകും. ഈ ഒരു അതെ ഈ ഇവിടെ വന്നിങ്ങനെ ഇരുന്നിട്ടുണ്ടല്ലോ, 4 ഭാഗത്തൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നാല് എന്താ ഫീല് മനസ്സിൽ. എത്ര കോടി കുഞ്ഞാവ? 100 കോടി. അങ്ങനെയാണ് ഇവിടുത്തെ ഇരുത്തത്തിൻ്റെ ഒരു അങ്ങനെ കാറ്റും കൊണ്ടിട്ട് എന്താ സുഖം. ഇപ്പൊ ഉച്ച സമയമാണ്, 12 മണിയായോ, പക്ഷെ എന്നാലും ഇവിടെ അങ്ങനെ കൂടുതൽ വെയിലൊന്നുമില്ല. നല്ല കാറ്റും നല്ല തണുത്ത കാറ്റ് കൊണ്ട് അല്ല, ആ പറഞ്ഞത് ശരി തന്നെ കേട്ടോ. കാറ്റുള്ളത് പറഞ്ഞ് തള്ളോ, നല്ല ഉള്ളത് തന്നെയാണ്. നിങ്ങൾ ആ വോയിസ് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും നല്ല കാറ്റുള്ള കാര്യമാണ്. അടിപൊളി ക്ലൈമറ്റ് തന്നെ ആ സമയത്തൊക്കെ അവിടെ. അങ്ങനെ പിന്നെ കുറച്ച് നേരം കൂടി അവിടെ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് കണ്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്ത് അവിടുന്ന് ഇറങ്ങിയാണ് പിന്നെ നമ്മൾ നേരെ അങ്ങനെ പിന്നെ ചെക്കന്മാരതിൻ്റെ അപ്പുറത്ത് മീൻ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ മീൻ പിടിച്ചിനോടത്ത് പോയി നോക്കി. അങ്ങനെ പിന്നെ ചെക്കന്മാർ ചെറിയ ഒരു ശീലൊക്കെ ഉണ്ട് അവിടെ നിർത്ത് കണ്ട് അതൊറ്റ് ഇങ്ങനെ മീൻ പിടിച്ചിട്ടുണ്ട്. ഇമ്മ വരുമ്പോൾ മീൻ കൊണ്ടുവരാൻ പറഞ്ഞതിന് തോന്നുന്നുണ്ട്, അതുകൊണ്ടതറിയില്ല. മെനക്കെട്ട് പിടിച്ചിട്ടുണ്ട്. കിട്ടിയ മീനൊക്കെ പോലെ ഒരു വലിയൊരു വെള്ളക്കുപ്പിയിലാക്കിയാണ്ട് പാത്തൊക്കെ കൊണ്ട് പെരി കൊണ്ടുപോകാനാണ് പറഞ്ഞത്. ഇതൊക്കെ കണ്ടുകൊണ്ട് പിന്നെ കുഞ്ഞാവാൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. കുഞ്ഞാവാൻ്റെ നൊസ്റ്റാൾജിയൊക്കെ ആയി ഉറക്കൽ തുടങ്ങി. പണ്ട് ഞങ്ങളത് മീൻ പിടിച്ചാൻ പോയി, ഞങ്ങളിങ്ങനെ വീതിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെക്കന്മാർക്ക് വലിയൊരു ആരിനെ കിട്ടിയിരുന്നു. അങ്ങനെ അത് കാണിച്ചു തരാൻ കുഞ്ഞാവാക്ക് കാണിച്ചു കൊടുക്കാൻ. അത് കണ്ടപ്പോൾ കുഞ്ഞാവാക്ക് ഒരു ഉപദേശം പറയാൻ തുടങ്ങി. ഈ ട്രോളിങ്ങിൻ്റെ സമയമാണ്, അതുകൊണ്ട് മീൻ കുഞ്ഞുങ്ങൾ കണ്ടമാനുണ്ടാവും. അങ്ങനെ പിടിക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവുകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ചെക്കന്മാർ മീൻ പിടുത്തം കഴിഞ്ഞ് നമ്മൾ പള്ളി ഇവിടുന്ന് ഇങ്ങനെ സൂം ചെയ്ത് നോക്കി. നല്ല അടിപൊളിയായിട്ട് ഇവിടുന്ന് പള്ളിക്കുളത്തിൻ്റെ പള്ളിയാണ്. അങ്ങനെ പിന്നെ കുറച്ചങ്ങോട്ട് നടന്ന് ഗനാലിന്മേൽ കൂടെ ഇങ്ങനെ നടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഗനാലൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് കണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഗനാലിന്മേൽ കൂടെ കുറച്ചങ്ങോട്ട് നടക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞത് എന്നിട്ട് ചെക്കന്മാരെ വെള്ളക്കുപ്പി മീൻ ശേഖരിക്കണം വെള്ളക്കുപ്പി. ഇത്രയും വലിയ കുപ്പിയിലാണ് ഒരു മീനിനെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മീൻ നോക്കിയപ്പോൾ ഇതിന് കുഞ്ഞാവ് അവിടെ എത്തിക്കണം. അങ്ങനെ പിന്നെ കുഞ്ഞാവാൻ്റെ വെയ്ത്തല്ല നമ്മളും ഇവിടെ തുടങ്ങി. അങ്ങനെ ഗനാലിന്മേൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല അടിപൊളി വെള്ളമാണ്, നല്ല വൃത്തിയൊക്കെ ഉണ്ട് ഗനാല. അങ്ങനെ പിന്നെ അവിടെ ഇങ്ങനെ നടന്നു പോയി. കുഞ്ഞാവ് പിന്നെ ക്യാമറ പിടിച്ചുകൊണ്ട് ദമ്പിൽ നടക്കുന്നുണ്ട്. ഈ ഗനാലിൻ്റെ ഒരു അറ്റത്തൊരു ഏർമാടുണ്ട് പറഞ്ഞു. അപ്പം പിന്നെ ഏർമാടെന്ന് പറയുമ്പോൾ കുട്ടികളൊക്കെ ഇരിക്കണ ചെറിയൊരു പലക കെട്ട് കണ്ടുള്ളൊരു സെറ്റപ്പ്. അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങളെ യാത്ര. ഇവിടെ എത്തിയപ്പോഴത്തേന് പിന്നെ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ എല്ലാം കൂടുതൽ തുടങ്ങി. കാരണം ഗനാലവിടെ ആ മൂലമലെത്തുമ്പോഴത്തേന് ഗനാല ചെറുതായി വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്ത് നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ. അങ്ങനെ കുഞ്ഞാവ് പറഞ്ഞ ഏർമാടെത്തി. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കാറ്റും വൈബൊക്കെ ഉള്ള നല്ലൊരു ഏരിയ. കാറ്റും കൊണ്ടിരിക്കാനുള്ള നിർമ്മാണം നമ്മളല്ലാതെ എല്ലാവർക്കും ഇരിക്കാം. ഈ ഏർമാടത്തോട് കൂടി നമ്മുടെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരാം. ഓക്കെ, ബൈ.